നമ്മുടെ പലപ്പോഴും ഉള്ള വലിയ ഗ്യാതറിങ്ങുകളിൽ നമ്മൾ ഒരു ആംബുലൻസ് സംവിധാനം അല്ലെങ്കിൽ 1-2 ആംബുലൻസ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷേ അവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണോ നമ്മളുടെ ഈ ആംബുലൻസ് സംവിധാനം റിയൽ ടൈം മോണിറ്റർ ചെയ്യുന്നതിന് നമുക്കിപ്പോൾ AI പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതായത് CCTV ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് AI ക്യാമറാസ് ഉണ്ട്. ഈ AI ക്യാമറയിൽ നമ്മൾക്കിപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിൽ നമ്മൾക്കിപ്പോൾ ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് വരിക എന്നുള്ളത് ഒരു ഒപ്റ്റിമം ലെവലാണ്. അതിൽ കൂടുന്നത് എപ്പോഴാണോ അപ്പോൾ അവിടെ ഒരു സ്റ്റാമ്പേഡിനുള്ള സാധ്യതയിലേക്കാണ് അത് പോകുന്നത്. സ്വിച്ച് ബോർഡുകൾ, വലിയ സ്വിച്ച് ബോർഡുകൾ, അതുപോലെ തന്നെ പവർ പ്ലഗുകളൊക്കെ ഉണ്ടാവും. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പെട്ടെന്ന് ആയിരിക്കും ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിൽ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ LKGയിലോ UKGയിലോ പഠിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ടാവാം. അപ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് ആ ഒരൊറ്റ എൻട്രി ആൻഡ് എക്സിറ്റിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല. പലപ്പോഴും ഈ ഓട്ടോയിലൊക്കെ 5, 8, 10 അതിനധികം കുട്ടികളൊക്കെ പോകാറുണ്ട്. ഇതാരും അവെയർനെസ് ഇല്ലാത്തവരല്ല. ഒരു വലിയ സ്റ്റാമ്പേഡ് തന്നെ വേണമെന്നില്ല. അവിടെ പെട്ടെന്നൊരു സിംഗിൾ കാഷ്വാലിറ്റി ലൈക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. ഇപ്പോൾ നമ്മളൊരു ഒരു ഗായകരുടെ ഇവൻ്റ് ആണെന്ന് വെച്ചാൽ എല്ലാവരും പോപ്കോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കും. ഒരു ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെവിടെ പോകണം? വിവിധ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെയും ദുരന്ത നിവാരണ സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ച അതിന് നേതൃത്വം നൽകിയ അമൽ കൃഷ്ണ KL ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. താങ്ക് യു സോ മച്ച്. നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് അടുത്ത ദിവസം തമിഴ്നാട്ടിലെ കരൂരിൽ ഭയാനകമായ അതിദാരുണമായ ഒരു അപകടം നടക്കുന്നു. അതെ. നിലവിലെ കണക്ക് പ്രകാരം 40 പേരാണ് അതിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സമാനമായി നമ്മളുടെ കേരളത്തിലെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഈ തിക്കിലും തിരക്കിലും പെട്ടുള്ള അപകട മരണങ്ങൾ എന്നുള്ളത് ഏറെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രധാനമായി ഇത്തരം ഗ്യാതറിങ്ങളിൽ, ഇത്തരം ഇവന്റുകളിൽ മരണം സംഭവിക്കുന്ന സാഹചര്യം വരുന്നത് എന്തുകൊണ്ടാണ്? സത്യത്തിൽ ഇത് നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്യാണ്. നമ്മൾ ഒരുപക്ഷെ നമുക്ക് പറയാം വി ആർ വെയിറ്റിംഗ് ഫോർ ഡിസാസ്റ്റേഴ്സ് അല്ലേ. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പം നമ്മൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് നമുക്കിവിടെ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ക്യുസാറ്റിൽ അല്ലേ. അതായത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും ഇതിനു വേണ്ടി, അതായത് ഒരു ഡിസാസ്റ്ററിലേക്ക് പോകുന്നത്. അതല്ലെങ്കിൽ അത് സാധാരണ രീതിയിലുള്ള ഒരു ഗ്യാതറിങ് മാത്രമാണ്. ഇതുകൂടാതെ നമുക്ക് പുല്ലുമേട് ദുരന്തം കുറെ വർഷങ്ങൾക്ക് മുൻപ് 106ഓളം പേരാണ് മരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ വർഷവും മകരവിളക്ക് മഹോത്സവം ഉണ്ടാവുന്നതാണ്. അതിന് പുല്ലുമേട് എന്ന് പറയുന്ന മലയോര പ്രദേശത്ത് ഒരുപാട്, അതായത് ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്നതുമാണ്. ഇതെല്ലാം നമ്മൾക്കറിയാം. പക്ഷെ വീണ്ടും അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ കാരണങ്ങളും അതായത് ഇതിനുണ്ടാവുന്ന ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറയും. അതായത് ഒരു സ്ഥലത്ത് ഒരു വലിയ മാസ് ഗ്യാതറിങ് വരുമ്പോൾ അതൊരു കാഷ്വാലിറ്റി, അതായത് ഒരു സ്റ്റാമ്പേഡിലേക്ക് പോകുന്നതിന് ഒരു ട്രിഗർ എലിമെന്റ് ഉണ്ടാവും എപ്പോഴും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ സ്റ്റാമ്പേഡ്, അതായത് പുല്ലുമേട് സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു നാരോ പാത്ത് ഉണ്ട്. അവിടെ ഒരു ജീപ്പ്, ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും ആളുകൾക്ക് മരണത്തിന് ഉണ്ടാവുന്ന ഒരു കാരണം എന്ന് പറയുന്ന ഒരു ജീപ്പ് അവിടെ കിടക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു മെറ്റൽ ചെയിൻ ഉണ്ടായിരുന്നു. ഈ ചെയിൻ അവിടെ ഉണ്ടാവുകയും ഇതിൽ അതായത് ഒരാളൊന്ന് കൊളാപ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അതൊരു വലിയ ദുരന്തത്തിലേക്ക് മാറും. അതായത് ഈ ദുരന്തങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റാമ്പേഡുകൾക്ക് ഇതിന് തൊട്ട് മുൻപ് വരെ ഒരു നോർമൽ ഗ്യാതറിങ് മാത്രമാണ്. വളരെ പെട്ടെന്നായിരിക്കും അതൊരു സ്റ്റാമ്പേഡിലേക്ക് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും ഇത് വലിയൊരു റിമൈൻഡർ ആണ് അല്ലേ. ഇതുപോലെ അതായത് നമ്മൾക്കറിയാം, നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് തരത്തിലുള്ള ഗ്യാതറിങ്ങുകളും ഉള്ളതാണ്. കേരളത്തിലും നമ്മൾക്കിപ്പോൾ ഇലക്ഷനുകൾ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ സംവിധാനങ്ങളിലൂടെ നമുക്ക് ഒരുപാട് പേരെ വിളിച്ചു കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാതറിങ്ങുകൾ നമുക്ക് ഒരിക്കലും നിൽക്കുന്നില്ല, എന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കിത് വളരെ നല്ല രീതിയിൽ ഒരു പോളിസി പ്ലാനുകൾ വരികയും അതൊരു പോളിസിയായി ഇരിക്കുന്നത് കൂടാതെ കൃത്യമായി നടപ്പിലാക്കാവുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണ് വേണ്ടത്. കരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ 40 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായി പറയുന്നത് കാലത്ത് 10 മണി മുതൽ ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാതെ വെയിൽ കൊണ്ട് പിന്നെ വൈകിട്ട് 6-7 മണിക്കാണ് അവിടെ വിജയ് എത്തുന്നത്. അതുവരെയും അവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്, എനിക്ക് ഇരിപ്പിടം പോലും ഇല്ലാതെ. അപ്പോൾ പിന്നീട് പല ആളുകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന സമയത്ത് അതിൽ പറയുന്നത് ശരീരത്തിൽ ആളുകൾ ചവിട്ടി ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ മേൽക്കുമേൽ അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ശരീരത്തിന് അത്രയും ചവിട്ടേറ്റ് പോലും അപകടം സംഭവിക്കുന്ന സാഹചര്യം. ഇപ്പൊ കുസാറ്റിൽ ഉണ്ടായതും ആ സ്റ്റെപ്പിൽ നിന്ന് ആള് വീണ് അവരുടെ മുകളിലൂടെ ചവിട്ടിപ്പോയി എന്ന് പറയുന്നത്
ഈ സ്റ്റാമ്പേഡുകൾക്ക് പൊതുവെ, അതായത് സ്റ്റാമ്പേഡ് മൂലം ഉണ്ടാകുന്ന കാഷ്വാലിറ്റി, മരണങ്ങൾക്ക് പൊതുവെ ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ചവിട്ടേൽക്കുക, അതായത് വലിയൊരു മാസ് നമ്മളുടെ ദേഹത്തേക്ക് വരുന്നു. അത് ആൾക്കാരുടെ കാൽപാദമാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ മറിഞ്ഞു വീണതാവാം. അപ്പോൾ ശ്വാസകോശത്തിന് ഉണ്ടാവുന്ന അപകടം. രണ്ടാമത് നമുക്ക് ഹെഡ് ഇഞ്ചുറി. മൂന്നാമതായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോൺ ബ്രേക്ക് ആയതിനു ശേഷം നമ്മൾക്ക് പെനിട്രേഷൻ സംഭവിക്കാം. അത് മേ ബി ചിലപ്പോൾ ഹൃദയത്തിലേക്കാവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് പെട്ടെന്നുള്ള മരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞു, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫോർമൽ ഇൻഫർമേഷൻ കാര്യങ്ങളല്ല എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള ഏതൊരു തരത്തിലുള്ള ഗ്യാതറിംഗ് ആയാലും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗ്യാതറിംഗ്, അതായത് റോഡ് ഷോ ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും, ഇതിനെല്ലാം ഏകദേശം ഒരു പൊതു സ്വഭാവമായിരിക്കും. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ എത്ര പേരാണ് വരുന്നത്, എങ്ങനെയാണ്, അതായത് ഇതിന്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ മനസ്സിലായോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നത് തന്നെ നമുക്ക് രാവിലെ മുതൽ, അതായത് ഏത് സമയത്താണ് ഈ ഇവന്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണകൾ നമുക്കില്ല. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ കൂടിയും അത് ആ സമയത്ത് നടക്കാതെ പോകുന്നു. ഓക്കെ, അപ്പോൾ ആളുകൾ അവിടെ വരികയും അവർ അത്രയും സമയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അവർ അത്രയും ടയേർഡാണ്. ഇതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പ്രധാനമായിട്ടും ഇതിൽ ഒരു അതായത് ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാം, അതുപോലെ തന്നെ ശ്വാസകോശം തകർന്നു പോകുന്നത് മൂലമുള്ള മരണങ്ങൾ ഉണ്ടാവും. ഓക്കെ, ശ്വാസമില്ലാതെ മരണം. അപ്പൊ ഇതിൽ ഈ കാഷ്വാലിറ്റി മാനേജ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലൊരു സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് അവിടെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സംവിധാനം ഉണ്ടാവണം. പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കാൻ കഴിയണം. പക്ഷേ പലപ്പോഴും ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ പലപ്പോഴും ഉള്ള വലിയ ഗ്യാതറിങ്ങുകളിൽ നമ്മൾ ഒരു ആംബുലൻസ് സംവിധാനം അല്ലെങ്കിൽ 1-2 ആംബുലൻസ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും. പക്ഷേ അവിടെ വരുന്ന ആളുകളുടെ എണ്ണത്തിന് അനുസരിച്ചാണോ നമ്മളുടെ ഈ ആംബുലൻസ് സംവിധാനങ്ങൾ അതല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് സംവിധാനങ്ങൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുകൂടാതെ ഇപ്പോൾ പലപ്പോഴും സംവിധാനങ്ങൾ ഉണ്ടാവും, പക്ഷേ ഇതെല്ലാം നമ്മൾ ഒരു ഗ്യാതറിങ്ങിന് മുൻപേ ആണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ഗ്യാതറിങ് നടന്നത്, അതായത് ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുന്ന സമയത്ത് ഇതിലേക്കുള്ള ഒരു ആക്സസിബിലിറ്റി, ഇതിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ ആർക്കും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അവിടെ ഒരു കൺട്രോൾ റൂം സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ നോക്കേണ്ടതുണ്ട്. കരൂരിലെ ദുരന്തം തന്നെ എടുക്കുന്ന സമയത്ത് 10,000 പേർക്കാണ് പോലീസ് അനുമതി ഉണ്ടായിരുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ. സംഘാടകരുടെ കണക്കൂട്ടൽ അങ്ങനെയായിരുന്നു. പക്ഷെ സ്വാഭാവികമായും പ്രീവിയസ് എക്സ്പീരിയൻസ് അനുസരിച്ച് പരമാവധി 1,00,000-ലേറെ ആളുകൾ ഓരോ ഇവന്റിലും അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമാനമായ ഇവന്റിലേക്ക് വരുമ്പോൾ പോലീസ് അനുമതി കിട്ടണമെങ്കിൽ വളരെ ചെറിയ കണക്കാണ് സംഘാടകർ കാണിക്കുക. പക്ഷെ അതിന്റെ ഇരട്ടിയിൽ ഏറെ ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ സംഘാടകർ ഇത്തരം സംവിധാനങ്ങളിൽ ഇനി എങ്ങനെ പ്രിക്കോഷൻസ് എടുക്കാമെന്നുള്ളത്. ഓക്കെ, ഒരു ഇവന്റ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു മാസ് ഗാദറിംഗ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിലുള്ള ഒരു ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഉണ്ട്. അതായത് എത്ര പേര് ഏതെല്ലാം മാർഗത്തിലൂടെ അവിടെ എത്തിച്ചേരുന്നു, അവർ ഏതെല്ലാം മാർഗത്തിലൂടെ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നു. ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി അവിടെ നിന്നും ഇവാക്വേഷൻ, അതായത് എമർജൻസി ഇവാക്വേഷനിലൂടെ എത്ര സമയത്തിനുള്ളിൽ ഇവരെല്ലാം നമുക്ക് ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കാലിറ്റീസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ വരുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു കണക്ക് നമ്മൾക്ക് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുമല തിരുപ്പതി ദേവസ്ഥാനം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു പിൽഗ്രിം സെന്റർ ആണ്, അല്ലെ, ആന്ധ്രാപ്രദേശിലുള്ള പിൽഗ്രിം സെന്റർ ആണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് അതായത് എത്ര പേര് വരുന്നു എന്നുള്ളതിന് നമ്മൾക്ക് ടിക്കറ്റിംഗ് സംവിധാനങ്ങളുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് കൃത്യമായ ഒരു രൂപരേഖയുണ്ട്. ഇത് കൂടാതെയും ഡയറക്റ്റായി അവിടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് റിയൽ ടൈമായി മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾക്ക് അത്തരത്തിലുള്ള ആളുകളെ റിയൽ ടൈമായി മോണിറ്റർ ചെയ്താൽ ഒന്നുകിൽ നമുക്ക് അങ്ങോട്ടുള്ള ഇൻഫ്ലോ കുറയ്ക്കാമായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ 10,000 പേർക്കാണ് അവിടെ എടുത്തിരിക്കുന്നതെങ്കിൽ, അത് ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല, ബട്ട് 10,000 പേർക്കാണ് അവരെടുത്തിരിക്കുന്നതെങ്കിൽ ആ 10,000 പേരിൽ നിന്ന് കൂടുന്നത് എപ്പോഴാണോ അതിന് റിയൽ ടൈമായി മോണിറ്റർ ചെയ്യണം. റിയൽ ടൈം മോണിറ്റർ ചെയ്യുന്നതിന് നമുക്കിപ്പോൾ AI പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതായത് CCTV ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് AI ക്യാമറാസ് ഉണ്ട്. ഈ AI ക്യാമറയിൽ നമ്മൾക്കിപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിൽ നമ്മൾക്കിപ്പോൾ ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് വരിക എന്നുള്ളത് ഒരു ഒപ്റ്റിമം ലെവലാണ്. അതിൽ കൂടുന്നത് എപ്പോഴാണോ അപ്പോൾ അവിടെ ഒരു സ്റ്റാമ്പേഡിനുള്ള സാധ്യതയിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ പിന്നീട് അവിടെ ഒന്നുകിൽ വളരെ നോർമൽ സിറ്റുവേഷനിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായാൽ അതൊരു സ്റ്റാമ്പേഡിലേക്ക് പോകും.
ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇപ്പോൾ ഒരു വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ മേ ബി ഒരു ഇലക്ട്രിക് ഫയർ ഉണ്ടാവാം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ കൂടി ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഗ്യാതറിങ്ങിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒരു പെട്ടെന്നൊരു എന്താണ് ഒരു ഫയർ ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി, പക്ഷെ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാവില്ല, നമ്മൾ പെട്ടെന്ന് പാനിക് ആവും, തിരിഞ്ഞോടും. അത് എന്താണെന്ന് പോലും നമുക്കറിയില്ല. അവിടെ എന്തെങ്കിലും വന്നതാണോ, ചിലപ്പോൾ ഒരു പാമ്പ് വന്നാൽ മതി, പെട്ടെന്ന് ആളുകൾ സ്പ്രെഡ് ആവുന്നതോടുകൂടി നമ്മൾ അവിടെ നിന്ന് എന്താണ് ഇറങ്ങി ഓടുകയാണ്, നമുക്കറിയില്ല എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ ഇതിനെ പബ്ലിക്കലി അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയും. അതായത് ഇപ്പൊ ഓക്കെ, മരം ഒടിഞ്ഞു വീണതാണ്, ഇന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ബാക്കിയുള്ളവരൊന്നും അവിടെ പോകേണ്ടതില്ല. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. അപ്പൊ ഇതിനുള്ള ഒരു പബ്ലിക് അലർട്ട്സ് അഡ്രസ്സിംഗ് സംവിധാനം കൃത്യമായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതൊരു സ്റ്റാമ്പേഡിന്റെ ഒരു സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഒരു ട്രിഗർ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതായത് സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നു എന്ന് സംഘാടകരായ ആളുകളോ അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി ഫോഴ്സിലുള്ള ആളുകൾ അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് അവരൊക്കെ ഒരു പ്രഥമ ദൃഷ്ടിയ മനസ്സിലാക്കേണ്ടത് ഏത് മൊമെന്റിലാണ് എന്നുള്ളത്? ഇവിടെ ഇപ്പോൾ കണക്കുകൾ വരുന്നതനുസരിച്ച് 10,000 പേരുടെ സ്ഥാനത്ത് 50,000 പേരിലേക്കാണ്, അതായത് ഏകദേശം 5 ഇരട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് 10,000 പേരിൽ നിന്ന് എപ്പോഴാണ് എക്സീഡ് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും നമുക്ക് അവിടെയുള്ള ഇൻഫ്ലോ നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യേണ്ടതാണ്, അതല്ലെങ്കിൽ അത് കൃത്യമായി ഡൈവേർട്ട് ചെയ്യേണ്ടതാണ്, അതല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. പ്രേക്ഷകരെല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു PSC പരീക്ഷയുടെ ദിവസം കോട്ടയത്ത് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി. അതായത് ഒരു ബസ്സിൽ PSC പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന കുറേ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു ആക്സിഡന്റ് സംഭവിച്ച് ബസ് മീനച്ചലിലേക്ക് മറിയുകയാണ് ചെയ്തത്, റിവറിലേക്ക് മറിഞ്ഞു. ഈ മറിഞ്ഞ സമയത്ത് നമ്മൾ ആ സമയത്ത് അവിടെ സ്പോട്ടിൽ റെസ്പോൺസിന് വേണ്ടിയിട്ട് പോയിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ, അതായത് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് ആളുകൾ അവിടെ വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് 7ഓളം ആംബുലൻസുകൾ നിൽക്കുകയാണ്. ഈ 7 ആംബുലൻസിൽ ഒരെണ്ണത്തിന് പോലും അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രൈവറ്റ് കാറുകളും അതുപോലെ തന്നെ സ്കൂട്ടറുകളും മറ്റു ആളുകളും ഒക്കെ ഈ എന്താണോ നടന്നത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ട് മാത്രം അവിടെ എത്തിയിരിക്കുന്നതാണ്. ഒരു പക്ഷേ ഈ എത്തിച്ചേർന്നിരിക്കുന്ന ഒരാൾക്ക് പോലും അവരെ ആരെയും രക്ഷിക്കാനോ അതിലൊന്നും ചെയ്യാനോ ആയിട്ടുള്ള ഒരു കഴിവും ഉണ്ടാവില്ല. പക്ഷെ അവരങ്ങനെ എത്തിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പല സമയത്തും എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കാണാനായിട്ട് അവിടെ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സ്റ്റാമ്പേഡുകൾ നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾക്ക് അവിടെ ഒരു വെഹിക്കിൾ മാനേജ്മെന്റ് പ്ലാൻ കൂടി ആവശ്യമുണ്ട്. അങ്ങോട്ടേക്ക് ആളുകൾ പോകുന്നത് മാത്രമല്ല, വെഹിക്കിൾസ് പോകുന്നതും നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അങ്ങോട്ട് എത്തിച്ചേരാതിരിക്കുന്നതിന് ഒരു കാരണമാകുന്നുണ്ട്. ഇതുകൂടാതെ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ഗാദറിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഇപ്പം നമ്മളുടെ എല്ലാം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. അതായത് ആന്ധ്രാപ്രദേശിൽ ഇപ്പം ഞാൻ ജോലി നോക്കിയിരുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അവിടെ ഏകദേശം 62,000-ഓളം സ്കൂളുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്കൂൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സ്കൂളുകളിൽ പോകുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ആന്ധ്ര മാത്രമല്ല, നമ്മുടെ ഏത് സ്കൂളുകൾ എടുത്താലും, കേരളത്തിലൊക്കെ സ്കൂളുകൾ എടുത്താലും, ഞാൻ ഒരു പർട്ടിക്കുലർ സ്കൂളിനെ പറയുന്നില്ല, പല സ്കൂളുകളിലും ഒരു 3,000 പേര് 2,000 കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ഈ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് പലപ്പോഴും ഇതിൻ്റെയൊക്കെ ഗ്യാതറിങ് നടക്കുന്നത്, അതായത് ഒരു ഓപ്പൺ സ്റ്റേജിലല്ലാതെ പോലും പലപ്പോഴും നടക്കുന്നത് റൂഫ് ടോപ്പുകളിൽ നമ്മൾ ഷീറ്റ് ഇട്ട മേൽക്കൂരയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് അവിടെ ചുറ്റും നമ്മൾ ഗ്രില്ല് വെച്ചിട്ടുണ്ടാവും. അതിന് മിക്കവാറും ഈ കയറി ചെല്ലുന്ന സ്റ്റെയർ റൂം പോലെയുള്ള ഒരൊറ്റ എക്സിറ്റ് ആൻഡ് എൻട്രി പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എത്ര പാരൻസ്, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ പാരൻസ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്, ഞാനും ഒരു പാരൻ്റാണ്, എത്രയോ ആൾക്കാർ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇന്നലെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, നമ്മളുടെ കുട്ടികൾ പോകുന്ന ഒരു ഗ്യാതറിങ്ങിനെ കുറിച്ച് അതെ നമ്മൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾക്ക് എല്ലാ സ്കൂളുകളിലും PT ഉണ്ട് അല്ലേ, പാരന്റ് ടീച്ചർ അസോസിയേഷൻ ഉണ്ട്. ഇവരെല്ലാം എത്രത്തോളം ഇത്തരം കാര്യങ്ങൾ, നമ്മൾക്ക് ഇതിനൊക്കെ ഹസാർഡ്സ് എന്ന് പറയാം,
അതായത് ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിനെ ചുറ്റുപറ്റിയുള്ള ഹസാർഡ്സിൽ പെടുത്താവുന്ന ഒരു കാര്യമാണിത്. അതായത് അവിടെ എല്ലാ ദിവസവും എന്താണ് അസംബ്ലി നടക്കും. ചില സ്കൂളുകളിൽ ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും അസംബ്ലി ചെയ്യുന്നു. അതായത് ഒരു സ്കൂളിൽ ഞാൻ പോകുന്ന സമയത്ത് ഏകദേശം 1850ഓളം പേരാണ് ഇത്തരത്തിലുള്ള ഒരു 3ാമത്തെ ഫ്ലോറിലുള്ള ഈ പറഞ്ഞ ഒരു ഷീറ്റ് ഇട്ട്, അതായത് ചുറ്റും കമ്പി ഉണ്ട്, അതായത് ഗ്രില്ല് കെട്ടിയിട്ടുള്ള ഒരു ചെറിയ ഹോളിൽ ഗ്യാദർ ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതോ അല്ലെങ്കിൽ ആവശ്യത്തിന് വലിപ്പമുള്ള, അതായത് ഇവരെല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ഹോളാണ്. പക്ഷേ ഇതിനൊരൊറ്റ എൻട്രി ആൻഡ് എക്സിറ്റ് ആണുള്ളത്. അവിടെ സംഭവിക്കാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് പലപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പല തരത്തിലുള്ള സ്വിച്ച് ബോർഡുകൾ, വലിയ സ്വിച്ച് ബോർഡുകൾ, അതുപോലെ തന്നെ പവർ പ്ലഗുകളൊക്കെ ഉണ്ടാവും. ഇവിടെ എപ്പോൾ വേണമെങ്കിലും എന്താണ് ഒരു തീപിടുത്തം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ഒരു ട്രിഗർ അവിടെ ഉണ്ടായാൽ പോലും പെട്ടെന്ന് ആയിരിക്കും ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിൽ ചിലപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ LKGയിലോ UKGയിലോ പഠിക്കുന്ന നമ്മളുടെ കുട്ടികൾ ഉണ്ടാവാം, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ വലിയ കുട്ടികളുണ്ടാവാം. അപ്പോൾ ഇവരെല്ലാവരെയും നമുക്ക് ആ ഒരൊറ്റ എൻട്രി ആൻഡ് എക്സിറ്റിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അതായത് 108 പേര് മരിച്ചു, അല്ലെങ്കിൽ 40 പേര് മരിച്ചു. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം സംസാരിക്കും. അതിനുശേഷം അതെല്ലാം പോകുന്ന രീതിയാണ്. പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ മുതൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കൾച്ചറൽ ഇൻകൾക്കേഷൻ ആവും. അതായത് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഇൻകൾക്കേഷൻ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. കാരണം ഇപ്പൊ ഇത്തരത്തിൽ അവര് എല്ലാ ദിവസവും അസംബ്ലി കൂടുന്നത് ഒറ്റ വാതിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കും. അപ്പൊ അവരതിനെക്കുറിച്ച് ചിന്തിക്കും. ഈ വളർന്നു വരുന്ന കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഈ വളർന്നു വരുന്ന കുട്ടികളാണ് പിന്നീട് ഒരു പോളിസി മേക്കറൊക്കെ ആയി മാറുന്നത്. സാർ ശരിക്കും ആക്ച്വലി ഈ തിരുപ്പതിയിൽ ഇതിന്റെ പ്രോജക്റ്റ് ലീഡ് ചെയ്ത ആളാണല്ലോ. അവിടെ ഇതിന്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു, ഇതിന്റെ എക്സിക്യൂഷൻ ഏത് രൂപത്തിലായിരുന്നു? ഈ തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് 365 ദിവസവും അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പിൽഗ്രിം സെന്റർ ആണ്. അപ്പൊ അവിടെ നമ്മൾക്ക്, അതായത് എല്ലാ ദിവസവും ഏകദേശം ഒരു 72,000 പേര് മുതൽ 4.5 ലക്ഷം പേര് വരെയാണ് എല്ലാ ദിവസവും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് അതുപോലെ തന്നെ ബ്രഹ്മോത്സവം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഫെസ്റ്റിവൽസും ഉണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ് ആവശ്യം. ഓക്കെ, അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്, അവിടെ നമ്മൾക്ക് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് അവിടെ എത്ര പേര് വരും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇൻഫ്ലോ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അതായത് ടിക്കറ്റ് എൻട്രികളുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് എ ലോഗ്, ഇല്ലേ? അതുകൂടാതെ നമ്മൾക്ക് മറ്റ് പല രീതിയിലുള്ള ടിക്കറ്റിംഗ് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾക്കൊരു ലോഗ് കിട്ടുകയാണ്. ഓക്കെ, ഇത്ര പേര് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇവിടെ ഉണ്ടാവും, തിരുമലയിൽ ഉണ്ടാവും. തിരുപ്പതി എന്ന് പറയുന്ന ടൗൺ ആണ്, തിരുമലയാണ് നമ്മുടെ ഹിൽ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉൾക്കൊള്ളാവുന്ന ആളുകളുടെ പരിധി നമുക്കറിയാം. അതിനുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ നമുക്കറിയാം. അപ്പൊ അതിനുശേഷം നമുക്ക് അവിടെ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ സംവിധാനങ്ങൾ വരുന്നത്. പക്ഷേ ഇതിൽ കൂടെ മറ്റൊരു കാര്യം വരുന്നത്, ഇവിടെ ടിക്കറ്റ് എടുക്കാതെ വരുന്ന, അതായത് വളരെ റിയൽ ടൈമിലേക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് അവരുടെ ബിലീഫ്സ് ആയിരിക്കും. പലപ്പോഴും ബിലീഫ്സ് ഉണ്ടാവും. ഇപ്പൊ ടിക്കറ്റ് ഒന്നും എടുക്കാതെ അവർ ഭഗവാനെ മാത്രം വിചാരിച്ച് എത്തുക, അങ്ങനെയൊക്കെയുള്ള മറ്റ് ഒരുപാട് ബിലീഫ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെ നമ്മൾ കൃത്യമായി റിയൽ ടൈം മോണിറ്റർ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് AI ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള AI CCTV ക്യാമറകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും ഇത്ര സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ മീറ്റർ ഏരിയയിൽ നമുക്കൊരു പരിധിയിൽ കൂടുതൽ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലേർട്ടിംഗ് സംവിധാനങ്ങൾ കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഭക്തർ എന്ന് പറയുമ്പോൾ ഇതിൽ അതായത് ജെൻസ് ഉണ്ട്, ലേഡീസ് ഉണ്ട്, ഒരുപാട് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ബ്രഹ്മോത്സവം പോലുള്ള ഒരു ഫെസ്റ്റിവൽ ആണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം വേണ്ടത്. കാരണം എല്ലാ ദിവസവും ഒരു 70,000 പേരാണ് വരുന്നതെങ്കിൽ ബ്രഹ്മോത്സവത്തിന് ഒരു പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ വെഹിക്കിൾ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്, ട്രയാജിങ് സംവിധാനങ്ങളുണ്ട്. അതായത് ഓരോ വെഹിക്കിൾ എൻട്രി ചെയ്യുമ്പോഴും ആ വെഹിക്കിൾ ഇന്ന സ്ഥലത്തേക്കാണ് എത്തേണ്ടത്. സോ ഇതെല്ലാം റിയൽ ടൈം ലോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്കറിയാം, ഓക്കെ, നമ്മുടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇത്ര വെഹിക്കിൾ അറ്റ് എ ടൈം ഉണ്ട്. ഇതിപ്പോ ഒരു കേന്ദ്രീകൃത സംവിധാനം ആയതുകൊണ്ട് നമുക്ക് കൃത്യമായ ഡാറ്റ എടുക്കാൻ കഴിയും. പക്ഷെ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ ഈ ന്യൂ ഇയർ രാത്രി കാർണിവൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചി എന്നുള്ള പ്രദേശം അറിയാം, താരതമ്യേന എൻട്രി എക്സിറ്റ് പരിമിതി ഉള്ള സ്ഥലമാണ് പകൽ സമയത്ത് തന്നെ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒരു നിശ്ചിത സ്ഥലത്താണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടുന്നത്. അപ്പോൾ സംഘാടകർക്ക് ഒരു നിലക്കും അവിടെ വരുന്ന ആളുകളുടെ ഡാറ്റ
കളക്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടായ ഒരു സംഗതിയാണ്. അപ്പൊ അവിടെ അന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഗുരുതരമായ പരിക്കേറ്റ ആളുകൾ ഉണ്ടായിരുന്നു. ശ്വാസമുട്ട് പോലുള്ള അസുഖങ്ങൾ സംഭവിച്ച ഗുരുതരമായ രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഈ പബ്ലിക് ഇവന്റുകൾ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്? ഓക്കെ, ഇതിലുള്ളൊരു കാര്യം നമ്മൾ ആദ്യം സംസാരിച്ചത് നമ്മൾക്ക് ഓൾറെഡി ഏകദേശ ധാരണയുണ്ട് ഇത്രത്തോളം ആളുകൾ എത്തും എന്നുള്ളത്. ഇതുപോലുള്ള ഇവന്റുകൾ, അതായത് കാർണിവലുകൾ പോലെ, അതായത് റോഡ് ഷോ പോലുള്ള ഇവന്റുകളിൽ നമുക്ക് ആ സമയത്താണ് നമ്മൾക്ക് എത്ര പേര് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇതിലുള്ള ഒരു കാര്യം, ഇതുപോലെ നമുക്ക് ഒരുപാട് ഗ്യാതറിങ്ങുകളുണ്ട്. അതായത് നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്ന പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല, അതിൽ ഒരുപാട് ആളുകളാണ്, ഇത് ലക്ഷക്കണക്കിന് ആളുകളാണ് അല്ലെ. അപ്പൊ സ്ത്രീകൾ കൂടുതലായിട്ട് എത്തുന്ന ഒരു ഇവന്റാണ്. അപ്പൊ ഇതിലൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ മാക്സിമം പോസിബിൾ എൻട്രി ആൻഡ് എക്സിറ്റ്, അതായത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്കുള്ളതല്ലാതെ നമ്മൾക്ക് അങ്ങോട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് മോണിറ്ററിംഗ് സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് അവിടെയുള്ള ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ഇത് കൂടാതെ ഇതിനെ നമുക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാം, അതായത് പല സ്ഥലങ്ങളിലേക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ഇതിന് കൂടുതലായിട്ടും വേണ്ടത് നമുക്ക് റിയൽ ടൈം സംവിധാനങ്ങളാണ്. അതായത് ഇപ്പോൾ ഇത്രയും വലിയൊരു മാസ് ഗ്യാതറിംഗ് ആണ്, ലൈക്ക് മോർ ദാൻ ഒരു 10,000, അത്തരത്തിലുള്ള ഒരു ഗ്യാതറിംഗിൽ നമ്മൾക്ക് അവിടെ ഒരു EOC, അതായത് എമർജൻസി കൺട്രോൾ റൂമിന്റെ ആവശ്യമുണ്ട്. ഈ എമർജൻസി കൺട്രോൾ റൂമിൽ നമുക്ക് ഒരിക്കലും ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയല്ല ഈ പറഞ്ഞ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പേഡ് ഒക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഓക്കെ, അവിടുത്തെ പോലീസ് ഇതിന് എന്താണ് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ, ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ അത്തരത്തിലല്ല. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ സ്റ്റാമ്പേഡുകളെല്ലാം നമ്മൾ ഡിസാസ്റ്റേഴ്സ് ആണല്ലോ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് മാത്രം ജോലിയല്ല. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് ഒരുപാട്, അതായത് ഒരു സ്പെക്ട്രം ഓഫ് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാവരും കൂടി കൺവേർജൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഈ സമാനമായ ഇവന്റുകൾ അതല്ലെങ്കിൽ ഗ്യാതറിംഗുകൾ വരുമ്പോൾ, നേരത്തെ നമ്മൾ മെഡിക്കൽ സംവിധാനം പറഞ്ഞു, ഇതിന് സിമിലർ ആയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടതിന്റെ ഒരു രീതി എങ്ങനെയാണ്? ഈ എപ്പോഴും ഗ്യാതറിങ്ങുകൾക്ക് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അതായത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് നമ്മൾ പറയും, SOP. കൃത്യമായിട്ടുള്ള ഒരു SOP അനുസരിച്ചിട്ടായിരിക്കണം ഇത് നടക്കേണ്ടത്. ഇത് കൂടാതെ ഇതിന് ഒരു ലൈസൻസിങ് സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഇതിലേക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതല്ലെങ്കിൽ ഒരു ഏജൻസി അവരൊരു ഇവന്റ് നടത്താനായി പോകുന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരും കാണുന്ന മറ്റൊരു ഇവന്റ് ആണ്, നമ്മൾക്കറിയാം ഈ പറഞ്ഞ നമ്മളുടെ ഗായകരുടെയൊക്കെ ഇവന്റുകൾ. അത് നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അതല്ലെങ്കിൽ DJ ഇവന്റുകൾ, ഇതെല്ലാം നമ്മൾക്കുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഈ പറഞ്ഞ സ്റ്റാമ്പേഡുകൾ സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾക്ക് വേണ്ടത്, നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഇത് സർട്ടിഫൈ ചെയ്യുന്നത്, അതായത് ആരാണ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. ഈ അപ്രൂവ് ചെയ്യുന്ന ഏജൻസി ആരാണോ അവർക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വേണം. അതുകൂടാതെ ഇപ്പോഴുള്ള മാനദണ്ഡങ്ങളെ തീർച്ചയായിട്ടും എൻഹാൻസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ സമാനമായ സ്റ്റാമ്പേഡ് അപകടങ്ങൾ നടക്കുന്ന ഏത് വാർത്തകൾ പരിശോധിച്ചാലും പോലീസ് അനുമതി ഉണ്ടായിരുന്നു ഇത്ര പേർക്ക്, പരിപാടിയിൽ പങ്കെടുത്തത് ഇത്ര പേർ. ഇത് നമ്മുടെ ഒരു സ്വാഭാവികമായ നടപടിക്രമം എന്ന് പറയുന്നതാണ്. അപ്പൊ അതുകൂടെ പ്രതീക്ഷിച്ചിട്ട് വേണ്ട ഈ പ്രിക്കോഷൻസ് എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനാണ് നമുക്ക് ഈ റിയൽ ടൈം സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾക്കിപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ലേ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് അറിയില്ല ഈ ഒരു ഇവന്റിന് വേണ്ടി നമ്മൾ എത്രത്തോളം ഇത്തരത്തിലുള്ള നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളത്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ ഇപ്പോഴത്തെ പോളിസികളെ ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, അതായത് പോലീസിന്റെ അനുമതി ഉണ്ടായിരുന്നു ഇത്ര പേർക്ക്, പക്ഷെ അവിടെ ഇത്ര പേർ വന്നു, അതായത് 10,000 പേർക്ക് പകരം ചിലപ്പോൾ 40,000 പേര് വന്നു, അല്ലെങ്കിൽ 50,000 പേര് വന്നു. അപ്പൊ ഇത് ആരുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പമാണ്? ഇതാണ് നമ്മൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾക്ക് ചെയ്യാവുന്ന സംവിധാനം എന്ന് പറയുന്നത് റിയൽ ടൈമായി അവിടെ മോണിറ്ററിംഗ് സംവിധാനമാണ്. ഇതല്ലാതെ മറ്റൊരു രീതിയിലും ഇത്തരത്തിലുള്ള, അതായത് പ്രീ രജിസ്ട്രേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിൽ നമ്മൾക്ക് അതിനെ അറിയാം, നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്, സോ ഇത്രയും ആളുകൾ അവിടെ എത്താം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ സംവിധാനങ്ങളില്ല.
അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് റിയൽ ടൈം ആയിട്ട് മോണിറ്ററിംഗ് സംവിധാനങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് നമ്മൾ എവിടെയാണോ ഗ്യാദർ ചെയ്യുന്നത് ആ അവിടെയുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ, അതായത് പല ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പോൾ നമ്മൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇവരുടെ എല്ലാം ലോജിസ്റ്റിക് സംവിധാനങ്ങളും അവിടെ നിലവിലുള്ള സ്ഥല സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങൾക്കും മുകളിലേക്ക് എപ്പോഴാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത് ഇതിനെ നമുക്ക് ആ സമയത്ത് തന്നെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ഒരിക്കലും നമുക്ക് സ്റ്റാമ്പേഡിനെ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല ഇത്തരത്തിലുള്ള ഗ്യാതറിങ്ങുകൾക്ക്. നമ്മളിപ്പോ ഈ കുട്ടികളെ പലപ്പോഴും നമ്മൾ വണ്ടിയിൽ, അതായത് സ്കൂൾ ബസ് കൂടാതെയുള്ള ഓട്ടോറിക്ഷ മറ്റു കാര്യങ്ങളിലൊക്കെ വിടാറുണ്ട്. അപ്പൊ ഇതിലേക്ക് വിടുമ്പോഴത്തേക്കും ഇതിന്റെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? കാരണം പലപ്പോഴും ഈ ഓട്ടോയിലൊക്കെ പലപ്പോഴും 5, 8, 10 അതിനധികം കുട്ടികളൊക്കെ പോകാറുണ്ട്. ഇതാരും അവയർനെസ് ഇല്ലാത്തവരല്ല. വലിയ വലിയ ഓഫീസേഴ്സിന്റെ ഒക്കെ കുട്ടികൾ എല്ലാവരും ഇതിൽ പോകുന്നുണ്ട്. കാരണം ഞാനിത് വളരെ റിയലായി റോഡിൽ ഇറങ്ങി നിന്ന് പലപ്പോഴും എടുക്കുന്ന കണക്കുകളാണ്. ഓക്കെ. അപ്പൊ ഇതൊന്നും അപ്പൊ നമ്മളിത് പക്ഷെ ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾക്ക് ഇതെന്തായിരുന്നു പ്രശ്നം, ആരുടെ ആയിരുന്നു പ്രശ്നം, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നു, ഇങ്ങനത്തിലുള്ള ഒരുപാട് ചർച്ചകളാണ് വരുന്നത്. അപ്പൊ അതുകൂടാതെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഓഫീസുകളിലുണ്ട്, ഇപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലുണ്ടാവും. ഇത് ഉപയോഗിക്കാൻ അറിയുന്ന എത്ര പേരുണ്ട്? അതെ. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റില് പല സ്കൂളുകളിലും അവിടെ ഉള്ള ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു. അപ്പൊ അവര് ട്രെയിനിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ച് എക്സ്പോഷർ വിസിറ്റുകളുടെ ഒക്കെ ഇടയിലാണ്. അപ്പൊ എനിക്ക് ശരിക്കും ഇവരുടെ അറ്റൻഷൻ ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ കാരണം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണല്ലോ സംസാരിക്കുന്നത്, ആർക്കും ഇതിനെപ്പറ്റി ഒരു പേടിയില്ല. പക്ഷെ എപ്പോഴാണ് സംഭവിക്കുന്നത് അപ്പോഴാണ് ഇതെല്ലാം വരുന്നത്. നിങ്ങൾക്കറിയാം കുംഭകോണം എന്ന് പറയുന്ന, അതായത് ഏകദേശം 94ഓളം കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ മരിച്ചുപോയ ഒരു അവസ്ഥയാണ്. ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോഴും എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. നമ്മളെ അവിടെ, അതായത് ആ ഒരു ഗ്രാമത്തിലേക്ക് 94ഓളം പിഞ്ചു കുട്ടികൾ മരിച്ചുപോയ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. ആ ഓരോ പാരന്റ്സിന്റെ അടുത്ത് പോകുമ്പോഴാണ് നമ്മളിത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സിലും എനിക്ക് ആദ്യം അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നീട് ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു 4ഓളം അധ്യാപകർ, അവർ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ആണ്. അപ്പോൾ അവരെ ഒരു ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അവർ മാത്രം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്കൂളിലുള്ള, നമ്മളെപ്പോഴും സുനാമി അല്ലെങ്കിൽ സൈക്ലോൺ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുക. പക്ഷെ സ്കൂളിലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് അവരെന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ടീ ബ്രേക്കിന് അവരുടെ അടുത്തേക്ക് പോയി. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളിത്, ഞാൻ അങ്ങനെയല്ല ചോദിച്ചാൽ അവരുടെ അടുത്തിരുന്ന് സംസാരിച്ചു. സന്തോഷമുണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ. അപ്പോഴാണ് അവർ പറയുന്നത്, അതിലുള്ള ഒരു DO എന്നോട് പറയുന്നത്, എൻ്റെ അടുത്തിരിക്കുന്നത്, അതായത് അവരുടെ പേര് നെഹാരിക എന്നാണ്. അവരുടെ 2 കുട്ടികൾ, അതായത് ഒരാള് LP സ്കൂളിൽ പഠിച്ചിരുന്ന, ഒരാള് ഹൈസ്കൂളിൽ പഠിച്ചിരുന്നതാണ്. ഈ 2 കുട്ടികളെയും അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ സ്കൂളിലുണ്ടായ ഒരു ആക്സിഡന്റിലാണ്. അതായത് ആ സ്കൂളിന്റെ 3 നിലകളുള്ള സ്കൂളായിരുന്നു. അതിന്റെ വീണ്ടും ഉള്ള എക്സ്പാൻഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ, 2 പെൺകുട്ടികളായിരുന്നു. ഇവർ 2 പേരും ടീ ബ്രേക്കിന്റെ സമയത്ത് അവിടെ വന്ന് ചേട്ടത്തി അനിയത്തിയാണല്ലോ, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുകളിൽ ബ്രിക്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു, വലിയ ബ്രിക്കുകൾ. അവിടെ ഒരു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ക്രെയിൻ തട്ടി ഈ ബ്രിക്കുകൾ മുഴുവനും ഈ കുട്ടികളുടെ മേലേക്ക് വീഴുകയാണ്. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് ആ കുട്ടികൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അതായത് യാതൊരു മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ വെച്ച് തന്നെ ആ കുട്ടികൾ 2 പേരും മരണപ്പെടുകയാണ്. സോ ഈ അമ്മയോട്, അതായത് ആ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ആയിട്ടുള്ള ആ അമ്മയോട് കൃത്യമായി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത്രയും ഭംഗിയായി അവര് അത് കേൾക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മളെപ്പോഴും ദുരന്തങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ്. ആ സെഷൻ ഞാൻ അടുത്തത് തുടങ്ങിയത് ആ അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞിട്ടാണ്. അതിനുശേഷം അവിടെയുള്ള ഓരോ ആൾക്കാരും, ഒരുപക്ഷെ ഒരു 80% ആൾക്കാരും ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്, വിശേഷിച്ച് സ്കൂൾ കുട്ടികളുടെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗായകരുടെ ഇവന്റുകളാണെങ്കിലും, അതുപോലത്തെ ഈ പൊളിറ്റിക്കൽ പാർട്ടി പ്രോഗ്രാമുകളിലാണെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പൊ ഈ വിശ്വാസപരമായി ബന്ധപ്പെട്ട അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ രക്ഷിതാക്കൾ ചെറിയ പിഞ്ചു കുട്ടികളായിട്ടാണ് പോകുന്നുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ബഹളം കേൾക്കുമ്പോഴേക്ക് ആളുകൾ ഓടുന്ന കൂട്ടത്തിൽ കുട്ടിയെ പിടിച്ചിട്ടാണ് ഓടുന്നുണ്ടാവുക. ഇത് എത്രത്തോളം അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്? ഓക്കെ,
ഇതിൽ കുട്ടികൾ മാത്രമല്ല, പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുട്ടികളെ കൂടാതെ ചിലപ്പോൾ വയ്യാത്ത ആളുകൾ, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അതെ, ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ പ്ലാനുകൾ എത്രത്തോളം ഇവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനൊരു പാരൻ്റാണ്. എൻ്റെ കുട്ടിയെ ഒരു മിനിറ്റ് കാണാതെ ആയാൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ക്രൗഡിൽ കാണാതെ ആയാൽ ഞാൻ എത്രത്തോളം പാനിക് ആവും. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മേ ബി ഇപ്പോൾ ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരു പാരന്റിനെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാവും. കാരണം ഇവരെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അവരെ അന്വേഷിക്കുന്നതായിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അവർ അതിനു വേണ്ടിയായിരിക്കും ഓടുന്നത്. പെട്ടെന്ന് കാണാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റാമ്പേഡ് നടക്കുന്നതിനൊപ്പം വലിയൊരു ഗ്യാതറിംഗ് ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് മറ്റാൾക്കാരും ഉണ്ട്. അതായത് ഈ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന കിഡ്നാപ്പേഴ്സ് ഉണ്ടാവാം, ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ, പല രീതിയിലുള്ള ആളുകളും അവിടെ ഉണ്ടാവാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ചാൻസുകളുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാനോ പോളിസിയോ ആണ് നമ്മൾക്ക് ആവശ്യം. അതല്ലാതെ നമ്മളൊരു അപ്രൂവൽ കിട്ടി, ഓക്കെ 10,000 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവൽ കിട്ടി. ഈ അപ്രൂവലിനുള്ള ക്രൈറ്റീരിയകൾ എന്തെല്ലാമാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 15 വർഷമായല്ലോ ഈ ഫീൽഡിൽ. ഇപ്പോൾ അതെ. പിന്നെ കേരളത്തിലുണ്ടായിരുന്നു, വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് കീഴിലുണ്ടായിരുന്നു, പിന്നീട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ. പ്രധാനമായി വരുന്ന ഈ ദുരന്ത നിവാരണ വിഷയങ്ങളിൽ ആളുകളുടെ അടുത്ത് പറ്റുന്ന പ്രധാനപ്പെട്ട ഫോൾട്ടുകൾ, അതല്ലെങ്കിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ ആളുകളുടെ അടുത്ത് പറ്റുന്ന പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്തെല്ലാമാണ്? ഇത്തരത്തിലുള്ള ഒരു ഗ്യാതറിംഗ് ആണെങ്കിലും അത് മാനേജ് ചെയ്യുന്ന ഏതൊരു ഏജൻസിയാണോ, ഏതൊരു സ്ഥാപനമാണോ, അവരവിടെ വരുന്ന മാക്സിമം ആളുകളിലേക്ക്, അതായത് അതൊരു രജിസ്ട്രേഡ് ആയിട്ടാണ് അവിടെ ആളുകൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ രജിസ്ട്രേഷൻ്റെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള SOPകളും അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതായത് അവിടെ ഒരു എമർജൻസി ഉണ്ടായാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്, എവിടേക്കാണ് എക്സിറ്റ് ആൻഡ് എൻട്രി ഉള്ളത്, ഏതൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഒരു വലിയ സ്റ്റാമ്പേഡ് തന്നെ വേണമെന്നില്ല, അവിടെ പെട്ടെന്നൊരു സിംഗിൾ കാഷ്വാലിറ്റി ലൈക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ഗായകരുടെ ഇവന്റ് ആണെന്ന് വെച്ചോ, എല്ലാവരും പോപ്കോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കും. ഒരു ചോക്കിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെവിടെ പോകണം? ആരെ കാണണം? ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ അതിനു മുൻപേ, അതായത് അതിന് പലപ്പോഴും എത്തുന്നതിന് പുറത്ത് മുൻപേ കിടക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. കഴിയുന്നുണ്ടാവില്ല. ഈ ചോക്കിംഗ് എന്നൊക്കെ പറയുന്നത് ശ്വാസം മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കിട്ടും? അപ്പൊ അവിടെ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും. അപ്പൊ അതായത് അധികാരികൾ പറയുന്ന അനുസരിച്ച് അവിടെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. പക്ഷെ ഇതിലേക്കുള്ള ഒരു ആക്സസിബിലിറ്റി, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് നമുക്ക് വേണ്ടേ? അപ്പൊ ഈ അവയർനെസ് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? അപ്പൊ ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതായത് ഇതിലൊരു സംഘാടകർക്ക് ചിലപ്പോൾ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവാം, അവിടെയുള്ള വോളണ്ടിയേഴ്സിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അവിടെ വരുന്ന ആളുകളിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള മെഷേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് മെസ്സേജുകൾ കൊടുക്കുക എത്തിക്കുന്നത്? എന്നുള്ളതിൽ. അതെ, അത് തീർച്ചയായും ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലി കൊടുക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണെന്ന് വെക്കും. അതായത് ഇതുപോലെയുള്ള ഒരു ഇവന്റ് ആണ്, ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ അത് മാക്സിമം അവർക്ക് ഏറ്റവും ഭംഗിയായി മനസ്സിലാവുന്ന രീതിയിൽ അത് എക്സിബിറ്റ് ചെയ്യപ്പെടണം. ഇവാക്വേഷൻ റൂട്ടുകൾ എക്സിബിറ്റ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ എവിടേക്കാണ് ഹെൽത്ത് കെയർ സംവിധാനങ്ങളുള്ളത്, ഇതുകൂടി പരിചയപ്പെട്ട് അവിടേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ഇത് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഇതെല്ലാം നടപ്പിലാക്കി നമ്മൾക്ക് ഇങ്ങനെ ഒരു കാര്യം നടത്താൻ കഴിയില്ല. അതിന് നമ്മൾ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം ഇതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരുപാട് ഇവന്റ് ലോകത്തിലുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്ക്, ഞാനൊരു ക്ഷേത്രത്തിന്റെ പേര് പറയുന്നില്ല, പക്ഷെ ഒരു ക്ഷേത്രത്തിൽ നമ്മൾക്ക് ഒരു വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന, അതായത് ഒരു വലിയ ക്യൂ ലൈൻ കടന്നു പോകുന്ന ഒരു സ്ഥലം ഞാൻ ഈ അടുത്ത് സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ ഇതിനടുത്ത് തന്നെ അതായത് അവിടെ ഏകദേശം 40,000 50,000 ആളുകളാണ് എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ അതിനടുത്ത് തന്നെ നമ്മൾക്ക് ഈ ടീ ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ സോഡ മേക്കിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ചെറിയ ടെമ്പററി ആയിട്ടുള്ള ഇലക്ട്രിക് സംവിധാനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഒരു ട്രിഗറിങ് ഫാക്ടറാണ്. ഗ്യാസ്, LPG വേണമെങ്കിൽ ഒരു ഫയർ ഔട്ട് ബ്രേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫയർ ഉണ്ടാവാം. ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ക്യൂ ലൈൻ ഉണ്ട്, ഇത്രയും വലിയൊരു ഗ്യാതറിംഗ് ഉണ്ട്, അത് സ്റ്റീപ്പായിട്ടുള്ള ഒരു കയറ്റമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു അവയർനെസ് ഇല്ലായ്മയാണ് അതിന്റെ പ്രശ്നം. അതല്ല എങ്കിൽ അവിടെ ഒരു സിസ്റ്റം അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഇത് സംഭവിച്ചാൽ
വളരെ വലിയൊരു സ്റ്റാമ്പേഡ് അവിടെ ഉണ്ടാവും. അതായത് ഈ പുല്ലുമേട് പോലെ തന്നെയുള്ള ഒരു ദുരന്തം തീർച്ചയായിട്ടും ഇവിടെ എല്ലാം സംഭവിക്കും. ഈ സമാനമായി നമ്മൾ കേരളത്തിൽ ലയണൽ മെസ്സി വരുന്ന ആ. ഒരു മെഗാ ഇവന്റ് അതെ. നവംബറിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആള് കൂടാൻ സാധ്യതയുള്ള വരാനിരിക്കുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്ക് അതെ. എങ്ങനെ ഇത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാമെന്നുള്ളത്? ഓക്കെ. ഇത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഏറ്റവും കൂടുതലായിട്ട്, അതായത് ഒരുപാട് ആളുകൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു ഇവൻ്റാണ് ഈ പറഞ്ഞ മെസ്സിയുടെ ഒരു വരവ് എന്ന് പറയുന്നത്, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്ന മറ്റൊരു കാര്യമാണ് തൃശ്ശൂർ പൂരം. അതെ. തൃശ്ശൂർ പൂരം പോലുള്ള മറ്റ് ഉത്സവങ്ങളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യം, അവിടെ നമ്മൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിലെല്ലാത്തിലുള്ള ഒരു കാര്യം, ഇതിന് നമ്മൾക്കൊരു കണക്കില്ല എത്ര പേരാണ് അതെ. അവിടെ എത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് റോഡ് മാർഗം ഉണ്ടാവാം, അതല്ലെങ്കിൽ റെയിൽ മാർഗം ഉണ്ടാവാം. ഇവിടെയെല്ലാം നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ഓക്കെ. ഇത് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് റെയിൽ വഴി വരുന്നത് ഇത്ര പേരാണ്, അല്ലെങ്കിൽ റോഡ് വഴി വരുന്നത് ഇത്ര പേരാണ് എന്നുള്ളൊരു കണക്കെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിരിച്ചു തള്ളുമായിരിക്കും. പക്ഷെ ഇതാണ് നമ്മൾക്കുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സംവിധാനം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് റിയൽ ടൈമായി മോണിറ്ററിങ് ചെയ്യുന്നതിനോട്ട് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. അതായത് അവിടെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ CCTV സർവൈലൻസ്, അതിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും ഈ ഇത്ര സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഇത്ര ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ, അതായത് നമ്മുടെ എക്സീഡിങ് ദ ലിമിറ്റ്, ആ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു പബ്ലിക് അലേർട്ട് സംവിധാനങ്ങൾ കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് അവരെ ഒന്നില്ലെങ്കിൽ ആ ഇൻഫ്ലോ എന്ന് പറയുന്നതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇത്തരത്തിൽ കൊടുത്തില്ല എങ്കിൽ നമ്മൾക്ക് അവിടെ എപ്പോഴാണോ ഒരു ഡെൻസിറ്റി കൂടുന്നത്, നമ്മൾ പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ കൂടുന്നത്, അവിടെ എപ്പോൾ വേണമെങ്കിലും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ പോലെ വെള്ളം കുപ്പി എറിഞ്ഞു കൊടുക്കുന്ന പോലെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടാവാം. ഇപ്പോൾ ഒരു ആന ഇടയുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഉത്സവങ്ങൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആന ഇടയുക. ഈ ആന ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അവിടെ വരുന്ന എത്ര പേർക്കറിയാം, എല്ലാവരും അവരുടെ കുട്ടികളെയും അതുപോലെ തന്നെ വൃദ്ധരായ ആന ആക്രമിക്കുന്നതിന് കൂടുതൽ അപകടം ഉണ്ടാവുന്ന തിരിഞ്ഞോടിയ ആളുകൾ പലപ്പോഴും ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെയുള്ള നെഞ്ചിലേക്ക് ഏൽക്കുന്ന ചവിട്ടുകളും മറ്റു കാര്യങ്ങളും ആണ് നമുക്ക് ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റികളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഉത്സവങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ്. അത് ഏത് തരത്തിലുള്ള മതസ്ഥാപനങ്ങളിലായാലും പലപ്പോഴും ഇവിടെ വന്നു ചേരുന്നവർക്ക് നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള യാതൊരു സംവിധാനങ്ങളും നമുക്കിവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു ബഹളം ഉണ്ടാകുന്ന സമയത്ത് വേഗം തിരിഞ്ഞോടുക. അപ്പൊ ഈ വീഴുന്ന ആളുകളെ പോലും പരിഗണിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ശരീരത്തിലൂടെ ചവിട്ടിയിട്ടാണ്. കാരണം അവനവന്റെ ആ സമയത്ത് സുരക്ഷ എന്നുള്ളത് മാത്രമായിരിക്കും ആളുകളുടെ ആശങ്ക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സ്റ്റാമ്പേഡിന്റെ സൂചന കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, അതായത് ആസ് ആൻ ഇൻഡിവിജ്വൽ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതിൽ ഉള്ളൊരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സിസ്റ്റർ ഒരു ഗ്യാതറിങ്ങിലേക്ക് പോവാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു DJ, വലിയൊരു ഗായകൻ്റെ, വളരെ പ്രശസ്തനായ ഗായകൻ്റെ ഒരു വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ ആ കുട്ടി, അതായത് എൻ്റെ സിസ്റ്ററായിരുന്നു. അപ്പോൾ സിസ്റ്റർ അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ സംഘാടകരോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റിംഗ് സംവിധാനങ്ങളോ ഇവരാരും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് അവിടെ എത്ര പേര് വരുന്നു, നിങ്ങൾക്ക് അവിടെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും അതിലില്ല. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചിട്ട് ഈ ഇത്തരത്തിൽ ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു ഷോയ്ക്ക് പോലും, അതിലേക്ക് വരുന്ന ഒരാൾക്ക് പോലും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മിനിമം വിവരം പോലും കിട്ടുന്ന സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ഇല്ല. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ പോളിസികളിൽ ഉണ്ടാവാം, എന്നാൽ ഇത് നടപ്പിലാവുന്നില്ല. അതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ എത്തിച്ചേരുന്ന ഒരാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം അതിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി അവളോട് പറഞ്ഞു, അതായത് നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിനെന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ എക്സിറ്റ്, അവിടെ ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മിനിമം ചിന്തയെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ അതുപോലും സൃഷ്ടിക്കുന്ന രീതിയിലല്ല നമ്മളുടെ പല രീതിയിലുള്ള, അതായത് പ്ലാൻഡ് ആയിട്ടുള്ള ഇവന്റുകൾ പോലും.
അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു Crowded. ക്രൗഡ്, അതായത് വളരെ സഡൻ ആയിട്ട് വരുന്ന ഒരു ക്രൗഡ്, ഇതുപോലുള്ള റോഡ് ഷോകളോ ഇതുപോലെയുള്ള കാർണിവലുകളോ പോലുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അത് അതിനേക്കാൾ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ്.